നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ, അതോ ഒരു സ്ട്രഗ്ലിംഗ് പേരൻ്റ് ആണോ? അതായത് ഒരു മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്ത് വന്നതിന് ശേഷം അവിടെ ഒരു സ്ട്രഗ്ലിംഗ് ലൈഫ് നയിക്കുന്ന ഒരാളാണോ? അതുപോലെ പിള്ളേരെ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് രാവിലെ തണുപ്പത്തൊക്കെ കൊണ്ടുപോയി ഡേ കെയറിലൊക്കെ ആക്കി അവിടുന്ന് വീണ്ടും ഓടിപ്പാഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് പോയി, ജോലിയും കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് പിള്ളേരെ ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീണ്ടും അടുത്ത വീട്ടിലെ പണി, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ സ്ട്രഗ്ലിംഗ് ഒരു ലൈഫ്, മെക്കാനിക്കൽ ലൈഫ് ആയിപ്പോയ ഒരാളാണോ? അതായത് ബെറ്റർ ഒരു ലൈഫ് വിചാരിച്ചിട്ടാണ് നമ്മൾ മെജോറിറ്റി ആൾക്കാരും ഒരു മൈഗ്രേഷൻ എന്നുള്ള ഇതിൽ വേറൊരു രാജ്യത്തോട്ട് വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മെക്കാനിക്കൽ ലൈഫ് തന്നെയാണ് റൺ ചെയ്യുന്നത്. പിള്ളേരെ രാവിലെ ഡേ കെയറിൽ കൊണ്ടുപോകുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ പെയിൻ ഉണ്ടാവും. അവിടെയുള്ള കുറേ പിള്ളേരെ കാണുമ്പോഴും ഈ പിള്ളേരെ പോലെ എൻ്റെ കൊച്ചും അവിടെ ഇരിക്കണമല്ലോ എന്നൊക്കെ തോന്നിയിട്ട്, അപ്പോൾ ഇങ്ങനൊരു ലൈഫ് എങ്ങനെയെങ്കിലും നമുക്കൊരു എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ജോലിക്ക് പോകാതെ തന്നെ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ നമുക്ക് ഒരു പാസീവ് ഇൻകം ബിൽഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഓക്കെ, സോ എൻ്റെ പേര് ദീപ. ഞാൻ അബുദാബിയിൽ MRI ടെക്കായിട്ട് വർക്ക് ചെയ്യാണ്. ഏകദേശം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോഴൊന്നും എനിക്കിങ്ങനെ ഒരു ഇൻകം സ്ട്രീം ഓൺലൈൻ സ്പേസിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിവേ, എനിക്ക് ഓൺലൈൻ കൂടെ പൈസ ഏൺ ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് ഫേസ്ബുക്കിൽ വന്നത്. അത് കണ്ടിട്ട് ജെന്യുവിൻ ആണെന്ന് തോന്നിയിട്ട് ഞാൻ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനകത്ത് അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. എൻ്റെ മെയിൽ ID വെച്ചിട്ട് അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഒരു ഫ്രീ വെബിനാർ ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിനെ കുറിച്ചുള്ള, എന്താണ് ഓൺലൈൻ ബിസിനസ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇനീഷ്യൽ ഐഡിയ കിട്ടി. അപ്പോൾ എനിക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചോ യാതൊരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു. ഒരുവിധ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും എനിക്കുണ്ടായിരുന്നില്ല. എനിവേ, അത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റി. ഐ ഫൈൻഡ് ദാറ്റ് ദിസ് ഇസ് എ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ ദാറ്റ് സ്ട്രഗിൾസ് ദാറ്റ് ഐ ഫേസ്ഡ് ബിഫോർ. സോ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്ക് അത് എൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷൻ കിട്ടി. സോ ഞാനിപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ കറണ്ട് ജോലിയുടെ കൂടെ തന്നെ ഞാനിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഏർണിങ്സും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ അവരുടെ മെൻറ്ററും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി എ പെർഫെക്റ്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന മെസ്സേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരും. അതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ ദിസ് ഈസ് ഓൾസോ ഗുഡ് ഫോർ മീ, അങ്ങനെ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.